സിദ്ധാർത്ഥ് കാറിനുള്ളിൽ തന്നെ ഇരുന്നു. എബി, നീ ചെന്ന് അവളോട് പറ ഞാനിവിടെ അവളെയും കാത്ത് നിൽപ്പുണ്ടെന്ന്. വന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് വരുമെന്നും കൂടി പറയണം. വെറുതെ മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പറഞ്ഞതനുസരിക്കാൻ പറ എൻ്റെ സ്വീറ്റ് ഹാർട്ടിനോട്. അവൻ അവളുടെ മുഖം ഓർത്തുകൊണ്ട് സീറ്റിൽ തല ചായ്ച്ചിരുന്നു. എബി അവന്തികയുടെ ക്ലാസ്സിലേക്കും പോയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എബി കാറിനരികിൽ തിരിച്ചെത്തി. സർ, അവന്തിക. സീറ്റിൽ തലചായ്ച്ചിരുന്ന സിദ്ധാർത്ഥ് എബിയെ തുറച്ചു നോക്കി. സിദ്ധാർത്ഥിന്റെ ഭാവവ്യത്യാസം മനസ്സിലാവാതെ എബി പകച്ചു നിന്നു. എബി, ഈ സിദ്ധാർത്ഥ് മഹേശ്വറിന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് അവന്തിക. സോ യു കോൾ ഹർ മാഡം. ഗോട്ട് ഇറ്റ്? സോറി സർ, മാഡം ഇന്ന് കോളേജ് വന്നിട്ടില്ല. അത് കേട്ടതും സിദ്ധാർത്ഥ് അസ്വസ്ഥനായി. വാട്ട്? ദെൻ വേർ ഈസ് ഷീ? എബി, അവൾ എവിടെയാണെങ്കിലും എനിക്കിപ്പോൾ കാണണം. എബി തൻ്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. സഹിക്കാനാവാത്ത കോപത്തിലിരിക്കുന്ന സിദ്ധാർത്ഥിനോട് അവൾ എവിടെയാണെന്നുള്ള വിവരം എബി അറിയിച്ചു. സിദ്ധാർത്ഥ് വന്നതറിഞ്ഞ് അഭി അവിടേക്ക് വന്നിരുന്നു, കൂടെ മനുവും വൈശാഖും. എന്നാൽ തൽക്ഷണം കൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ കാർ കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്നും ചീറിപ്പാഞ്ഞു പോയിരുന്നു. ഷേ ഡാ അഭി, അവനെന്താ അങ്ങ് പോയേ? മനുവിന്റെ ചോദ്യം അഭിയെ ചിന്തിപ്പിച്ചു. അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് അവന്തിക ഇന്ന് വന്നിട്ടില്ല എന്ന കാര്യം. സിദ്ധാർത്ഥ് അവന്തികയെ തിരക്കി പോയതാണെന്ന് അഭിക്ക് മനസ്സിലായിരുന്നു. അവൻ രൂക്ഷമായി സിദ്ധാർത്ഥിന്റെ കാർ പോയ വഴി നോക്കി നിന്നു. നന്ദിനി, ദാ ചായ. നീ എന്തെങ്കിലും ഒന്ന് കുടിക്ക്. ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ല. അരുൺ ഒരു ഫ്ലാസ്കിൽ ചായയുമായി നന്ദിനിയുടെ അരികിൽ വന്നു നിന്നു. നന്ദിനി വിനുവിനെ നോക്കി അവന്റെ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഏട്ടൻ കുടിച്ചോ. അരുൺ ഒന്നും മിണ്ടാതെ കയ്യിലിരുന്ന ഫ്ലാസ്ക് ഡെസ്കിൽ വെച്ചു. പെട്ടെന്ന് ഡോറിൽ ആരോ തട്ടിയിരുന്നു. അരുൺ ഡോർ തുറന്നു. കണ്ടത് ഒരു വലിയ സഞ്ചിയുമായി നിൽക്കുന്ന അശോകനെയും സുജാതയും. അവരുടെ ഒപ്പം അവന്തികയുമുണ്ട്. അവർ വിനുവിനരികിലെത്തി. ഏട്ടാ, വിനുവിനിപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തു പറഞ്ഞു? അവന് ചെറിയ വേദനയുണ്ട്. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏട്ടത്തി വല്ലതും കഴിച്ചോ? സുജാത നന്ദിനിയുടെ അരികിൽ ചെന്ന് അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. എവിടുന്നാ? ഇന്നലെ രാത്രി പോലും ഒരു വഹ കഴിച്ചിട്ടില്ല. രാവിലെ ഞാൻ ചായ വാങ്ങിക്കൊടുത്തു, അതും കുടിച്ചില്ല. സുജാതെ, നീ ഒന്ന് പറ, എന്തെങ്കിലും കുടിക്കാൻ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ടുവന്നിട്ടുണ്ട്. ഏട്ടത്തി കൈ കഴുകിയിട്ട് വാ, കഴിക്കാം. സുജാത സഞ്ചിയിൽ നിന്നും ഓരോ പാത്രങ്ങളെടുത്തു മേശയുടെ മുകളിൽ വെച്ചു. അവന്തികയും സുജാതയെ സഹായിച്ചു. എനിക്കൊന്നും വേണ്ട സുജാതെ. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടക്കുഴിയിൽ നിന്നും ഇറങ്ങുന്നില്ല. നന്ദിനി വിനുവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ നല്ല ഉറക്കമായിരുന്നു. ഏട്ടത്തി അങ്ങനെ പറയരുത്. അവനെ ഈ അവസ്ഥയിൽ കാണുന്നത് ഞങ്ങളുടെ മനസ്സിനെയും നോവിക്കുന്നുണ്ട്. എന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനാ? അവനെ ഒന്ന് താങ്ങി നിർത്താനുള്ള ആരോഗ്യമെങ്കിലും വേണ്ടേ? ചെല്ലേട്ടാ, നിങ്ങൾ എന്തെങ്കിലും കഴിക്ക്. അവൻ ഉണരുമ്പോൾ അവനുള്ളതും കൊടുക്കാം. ഇപ്പോൾ എഴുന്നേൽപ്പിക്കണ്ട, കിടക്കട്ടെ. അശോക് പറഞ്ഞതനുസരിച്ച് അവന്തിക നന്ദിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൈ കഴുകി വന്ന അരുണിനും നന്ദിനിക്കും മുന്നിൽ ചൂടിഡിലിയും ചമ്മന്തിയും വെച്ചു കൊടുത്തു. ഒപ്പം 2 ഗ്ലാസ്സിലായി ചായയും ഒഴിച്ചു വെച്ചു. ഏട്ടാ, ചിന്നുവിനോടും വരുണിനോടും ഇക്കാര്യം പറഞ്ഞിരുന്നോ? അശോക് അരുണിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ അവരെ ഒന്നും അറിയിച്ചിട്ടില്ല. വരുണിന്റെ ബന്ധുവീട്ടിൽ വിരുന്നിന് പോയിരിക്കും അവർ. ഇതറിഞ്ഞാ അവള് ടെൻഷൻ അടിക്കും. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അത് നന്നായി. അല്ല, മോളിന്ന് പോയില്ലേ കോളേജിൽ? ആഹാരം കഴിച്ചു കഴിഞ്ഞ് തന്റെ നനഞ്ഞ കൈകൾ ഒരു തുണിയിൽ തുടച്ചുകൊണ്ട് അരുൺ അവന്തികയോട് ചോദിച്ചു. ഇല്ല വല്യച്ഛ, ഞാൻ അവളോട് ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞു. എനിക്കൊരു പേടി. അയാൾ. അശോക് ബാക്കി പറയുന്നതിന് മുന്നേ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്നത് പോലെ തോന്നിയതും അവർ വാതിലിലേക്ക് നോക്കി നിന്നു. എബി വാതിൽ തുറന്നു കൊടുത്തു. അവൻ അകത്തേക്ക് നടന്നു. സിദ്ധാർത്ഥ്. അവന്തികയുടെ നാവിൽ നിന്നും ആ പേര് കേട്ടതും അശോക് അടക്കം എല്ലാവരും ഭയത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥ് നടന്ന് അശോകിന്റെ പിന്നിൽ നിൽക്കുന്ന അവന്തികയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞിരുന്നു. ഗുഡ് മോർണിംഗ് സ്വീറ്റ് ഹാർട്ട്. സിദ്ധാർത്ഥ് ഒരു ചിരിയോടെ അവളെ നോക്കി നിന്നു. നീ ഇന്ന് കോളേജിൽ പോയില്ലല്ലേ?
ഞാൻ അവിടെ പോയിരുന്നു. ശരി, ഇനി പറ, ഞാൻ കേൾക്കട്ടെ. എന്തു പറയാൻ? വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവന്തിക അവനോട് ചോദിച്ചു. നീയെല്ലാം മറന്നോ? എൻ്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമാണെന്ന് പറ അവന്തിക. അത് കേൾക്കാനല്ലേ ഞാൻ നിന്നെ തേടി വന്നേ. ഒരു ഞെട്ടലോടെ അവന്തിക അവനിൽ നിന്നും ഒരു ചുവട് പുറകോട്ട് വെച്ചു. ടെൽ മീ അവന്തിക. സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചുകൊണ്ട് മുന്നിലേക്കായവേ അശോക് അവന് തടയായി വന്ന് നിന്നു. സിദ്ധാർത്ഥ്, അവൾക്കതിന് സമ്മതമല്ല. ഞങ്ങൾക്കും. എൻ്റെ കുട്ടി ഇനി ശല്യം ചെയ്യരുത്. ഒരു പ്രശ്നമുണ്ടാക്കാതെ സിദ്ധാർത്ഥ് ഇപ്പൊ പോവും. അശോകിന്റെ വാക്കുകൾ സിദ്ധാർത്ഥിനെ പ്രകോപിപ്പിച്ചു. സമ്മതമാണോ അല്ലയോ എന്ന് ഞാൻ ചോദിച്ചത് അവന്തികയോടാണ്, അല്ലാതെ നിങ്ങളോടല്ല മിസ്റ്റർ അശോക്. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ മാറി നിൽക്ക്. സിദ്ധാർത്ഥ് അശോകിനെ പിടിച്ചു മാറ്റി അവന്തികയുടെ അടുത്ത് വന്നു. ആൻസർ മീ അവന്തിക, യെസ് ഓർ നോ. സിദ്ധാർത്ഥിന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നോ, എനിക്ക് സമ്മതമല്ല. അവന്തിക ധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ കോപം വർദ്ധിച്ചിരുന്നു. അവൻ അവളെ തുറച്ചു നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു സമ്മതമാണെന്ന് കേൾക്കാനാണ് ഞാൻ വരുന്നതെന്ന്. ദെൻ വൈ ഡിഡ് യു ഡു ദിസ്? നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവൾക്ക് താല്പര്യമില്ല. എന്റെ മോനെ ഈ നിലയിൽ കിടത്തിയതും പോരാ, ഇനി എന്റെ മോളുടെ ജീവിതം നിനക്ക് വേണമല്ലേ ദ്രോഹി? അരുൺ രോഷാകുലനായി സിദ്ധാർത്ഥിന്റെ അരികിൽ ചെന്നു. തൽക്ഷണം കൊണ്ടുതന്നെ അരുണിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ചിരുന്നു സിദ്ധാർത്ഥ്. അരുണിന്റെ നാക്കും കണ്ണും പുറത്തേക്ക് ചാടി, കാലുകൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു. അവന്തികയും അശോകും അടക്കം എല്ലാവരും സിദ്ധാർത്ഥിന്റെ കൈകൾ പിടിച്ചു മാറ്റുന്നതിനായി ശ്രമിച്ചു. എന്നാൽ അവന്റെ പിടി ഒന്നുകൂടി മുറുകിയിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി വരുതെന്ന് ഒരു പ്രാവശ്യം പറയുന്നത് താൻ കേട്ടതല്ലേ? പിന്നെന്തിനാ അങ്ങനെ ചെയ്തത്? സിദ്ധാർത്ഥ്, എന്താ ഈ കാണിക്കുന്നേ? വല്യച്ഛനെ വിട്. തനിക്ക് എന്താ വേണ്ടത്? അവന്തികയുടെ ശബ്ദമുയർന്നതും സിദ്ധാർത്ഥ് അരുണിന്മേൽ നിന്നും കൈ പിൻവലിച്ചു. അരുൺ നിലത്ത് വീണു. നന്ദിനി അവന്റെ അരികിലേക്ക് ഓടിയെത്തി അവന്റെ നെഞ്ചു തഴുകി. അശോക് അരുണിനെ നിലത്ത് നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. സിദ്ധാർത്ഥ് അവന്തികയുടെ നേരെ പാഞ്ഞു. അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു മുന്നോട്ട് നിർത്തി. എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയില്ലേ? നിന്നെ വേണം എനിക്ക്. അശോക് സിദ്ധാർത്ഥിനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവന്റെ കൈകളിൽ നിന്നും അവന്തികയെ അശോകിനെ മോചിപ്പിക്കാനായില്ല. അവന്തിക അവളാൽ കഴിയും വിധം അവനെ തട്ടിമാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ കൈകൾ ഒന്നുകൂടി മുറുകിയിരുന്നു. സിദ്ധാർത്ഥ്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. അറിഞ്ഞുകൊണ്ട് എന്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ ഉപദ്രവിക്കല്ലേ മോനെ. സുജാതയുടെ കരങ്ങൾ സിദ്ധാർത്ഥിന്റെ കാലുകളിൽ പതിച്ചിരുന്നു. അവൻ അവന്തികയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. സിദ്ധാർത്ഥ് സുജാതയെ ഒന്ന് നോക്കി. അവൾ മെല്ലെ എഴുന്നേറ്റ് നിന്നു. അവൻ സുജാതയുടെ മുന്നിൽ ചെന്ന് നിന്നു. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മകളെ നിഷ്പ്രയാസം കൊണ്ടുപോകാം. എന്താ, കാണണോ? സുജാത വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. അവൾ അവന്തികയ്ക്ക് മറയായി നിന്നു. ഒപ്പം അശോകും. എൻ്റെ ഭാര്യയാകാൻ എന്തിന്? ഒരു രാത്രിയെങ്കിലും എൻ്റെ കൂടെ കഴിയാൻ മോഹിക്കുന്ന ഈ സിദ്ധാർത്ഥിൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇന്നേ വരെ ഒരുത്തിയുടെ പുറകെ ഞാൻ പോയിട്ടില്ല. ഒരു പെണ്ണിനോടും മോഹം തോന്നിയിട്ടുമില്ല. പക്ഷേ ഇവളെന്നെ വല്ലാതെ മോഹിപ്പിച്ചു. സിദ്ധാർത്ഥ് സുജാതയുടെയും അശോകിന്റെയും ഇടയിൽ നിന്നും അവന്തികയെ വലിച്ചെടുത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവനിൽ നിന്നും രക്ഷപ്പെടാൻ അവന്തിക ശ്രമിച്ചിരുന്നു. എന്നാൽ സിദ്ധാർത്ഥിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അത്ര നിസ്സാരമായിരുന്നില്ല. അശോകും സുജാതയും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം പകച്ചു നിന്നു. അരുണിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. സിദ്ധാർത്ഥിന്റെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണെന്ന് ഇവളുടെ നാവിൽ നിന്നും എനിക്ക് കേൾക്കണം. എനിക്ക് വേണ്ടതെല്ലാം നീ എനിക്ക് തരില്ലേ അവന്തികെ? അവന്റെ സ്വരം ആർദ്രമേറിയതായിരുന്നു. അവളെ അങ്ങനെ തന്നെ നോക്കി നിൽക്കാൻ അവന് തോന്നി. കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ അവ പോകുന്ന വഴി അവന്റെ കണ്ണുകളും പാഞ്ഞു. അവന്റെ നോട്ടം അസഹ്യമായി തോന്നിയ അവന്തിക അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി. അവളിൽ നിന്നും അവൻ അടർന്നു മാറിയിരുന്നു. സിദ്ധാർത്ഥ്, എനിക്ക് തന്റെ ഭാര്യയാകാൻ താല്പര്യമില്ല. എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. അവന്തിക യാചനയോടെ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥിന്റെ മനസ്സ് തിളച്ചു മറിയുകയായിരുന്നു. അവന്റെ കാതുകളിൽ അവന്തികയുടെ സ്വരം വീണ്ടും വീണ്ടും മുഴുകിക്കൊണ്ടിരുന്നു. അവൻ തന്റെ ഇരു കണ്ണുകളും അടച്ചു പിടിച്ചു. ഇല്ല, ഞാൻ തോൽക്കില്ല.
ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയേ തീരൂ. സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഈ വാക്കുകൾ അലതല്ലിക്കൊണ്ടിരുന്നു. അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുവന്ന് കലങ്ങിയിരുന്ന കണ്ണുകളെ ഒരു ഭീതിയോടെ അവന്തിക നോക്കി നിന്നു. ഞൊടിയിടയിൽ അവന്റെ ചുണ്ടിൽ ഒരു ചിരി പടർന്നു. ആ ചിരിയിൽ അരുതാത്തതെന്തോ നടക്കാൻ പോകുന്നു എന്ന് അവന്തികയ്ക്ക് തോന്നി. സിദ്ധാർത്ഥ് വിനുവിന്റെ അരികിലായി വന്നു നിന്നു. ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന അവന്റെ ഇടത്തെ കാലുകൾ സിദ്ധാർത്ഥിന്റെ കൈക്കുള്ളിൽ കിടന്നു പിടഞ്ഞു. മരുന്നിന്റെ ഇഫക്റ്റ് കാരണം വിനു നന്നായി ഉറങ്ങിയിരുന്നു. അവിടെ നടന്ന കോലാഹലങ്ങളൊന്നും തന്നെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്റെ കാലറ്റുപോകും വിധം അസഹ്യമായ വേദന അവനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവൻ അലറിക്കരഞ്ഞു. അയ്യോ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ ഏട്ടാ, ഒന്ന് പറ മോനെ. നന്ദിനി കരഞ്ഞുകൊണ്ട് വിനുവിനരികിൽ വന്നു നിന്നു. സിദ്ധാർത്ഥ്, അവനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. അരുണും അവനോട് അപേക്ഷിച്ചു. അവന്തികയുടെ നെഞ്ചു പിടഞ്ഞു. വിനുവിന്റെ അലർച്ച അവളുടെ ഹൃദയത്തെ കുത്തി നോവിച്ചു. സിദ്ധാർത്ഥ്, വിനുവേട്ടനെ ഒന്നും ചെയ്യല്ലേ, ഇനിയെങ്കിലും ആ പാവത്തിനെ വെറുതെ വിട്ടൂടെ. അവന്തിക പറഞ്ഞു തീർന്നതും സിദ്ധാർത്ഥ് അവന്റെ കോട്ടിന്റെ ഇടത്തെ സൈഡിലെ പോക്കറ്റിൽ നിന്നും ഒരു തോക്കെടുത്തു. എബി അടക്കം എല്ലാവരും ഒരു നിമിഷം പകച്ചു പോയിരുന്നു. സിദ്ധാർത്ഥ് ആ തോക്ക് വിനുവിന്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചു. എങ്കിൽ ഞാൻ ഇവന്റെ ജീവൻ അങ്ങ് എടുക്കുക, അതും നീ കാരണം. സിദ്ധാർത്ഥിന്റെ വാക്കുകളും പ്രവൃത്തിയും അവരുടെ ഹൃദയം തകർത്തു. കാലിൽ ശക്തമായ വേദന അനുഭവപ്പെട്ടുവെങ്കിലും മരണഭയത്തിൽ അവന്റെ വേദന അലിഞ്ഞു പോയതുപോലെ അവന് തോന്നി. ഇനി പറ അവന്തിക, നീ എന്റെ ഭാര്യയായി ജീവിക്കുന്നോ, അതോ നീ കാരണത്താൽ നഷ്ടപ്പെട്ട ഇവന്റെ ജീവനോർത്ത് ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ 15 സെക്കൻഡ് തരാം. അതിനുള്ളിൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഐ വിൽ ഷൂട്ട് ഹിം. സോ യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവന്തിക. അവൾ തന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി. നിസ്സഹായതയോടെ അവരുടെ മുഖം കുനിഞ്ഞിരുന്നു. അരുണും നന്ദിനിയും തന്നെ ദയനീയമായി നോക്കി യാചിക്കുന്നതായി അവൾക്ക് തോന്നി. അതിലുപരി വിനുവിന്റെ ആ നോട്ടം അവളെ തളർത്തി. അവൻ അരുതെന്ന് തലയാട്ടി. മരണത്തെ നേരിടാൻ അവൻ തയ്യാറാകുന്നത് പോലെ. പെട്ടെന്ന് അവളുടെ കാതുകളിൽ സിദ്ധാർത്ഥിന്റെ കൗണ്ട് ഡൗൺ മുഴങ്ങി. 9, 8, 7, 6. സിദ്ധാർത്ഥ് ആ തോക്ക് വിനുവിന്റെ നെറ്റിയിൽ ഒന്നുകൂടി അമർത്തി വെച്ചു. വിനു കണ്ണുകൾ ഇറുക്കി അടച്ചു. 3, 2, 1. എനിക്ക് സമ്മതമാണ്.